വെൽക്കം ടു അഗോര ക്രിയേഷൻസ്. നമുക്കിത് വരച്ചാലോ? വരയ്ക്കാം, വാ. ഓക്കെ, നമുക്കിന്ന് ആദ്യം 3 കണ്ണുകളാണ് മെയിനായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അതായത് ഒരച്ഛൻ, അമ്മ, കുഞ്ഞ് എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഫീമെയിൽ, മെയിൽ, പിന്നെ ഒരു ബേബി ഐസ്. നോക്കാം. ഇനി നമുക്ക് പേപ്പർ 3ആയിട്ട് തിരിച്ചതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ കൊടുത്തിട്ട് നമ്മുടെ കണ്ണ് എവിടെയൊക്കെയാണ് കറക്റ്റായിട്ടുള്ള പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ മൂക്കിൻ്റെ പൊസിഷനും ഐബ്രോൻ്റെ പൊസിഷനും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഫ്റ്റായിട്ട് നമ്മൾ പെൻസിൽ ലൂസ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഒരിക്കലും ഇറുക്കി പിടിച്ച് വരയ്ക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ആദ്യം നമ്മൾ ലൂസായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഐയുടെ നമ്മൾ വരയ്ക്കുന്ന ടൈമിൽ ഐബ്രോയുടെ ആ പൊസിഷൻ കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഐബ്രോ വേറെ രണ്ട് ഷേപ്പിലൊക്കെ വന്നിരിക്കും. സോ അതും കൂടെ ശ്രദ്ധിക്കുക. ദെൻ ഞാൻ ഓവൽ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവൽ കുറച്ചൊരു സർക്കിളും അല്ല ഓവലും അല്ലാത്ത രീതിയിലാണ് വരയ്ക്കുന്നത്. കാര്യം നമ്മുടെ കൺപോളയും കണ്ണിൻ്റെ താഴെ ഒരു ചെറിയൊരു മാർക്ക് കൂടെ ഉണ്ട്. സോ അത് കുറച്ചുകൂടെ വരയ്ക്കാൻ എളുപ്പമാക്കാനാണ് ഞാനിതിങ്ങനെ വരയ്ക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓവൽ ഷേപ്പിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട്, അതായത് മൂക്കിൻ്റെ അങ്ങോട്ട് കുറച്ച് ഞാൻ ലെങ്ത് കൂട്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരയ്ക്കാൻ പോവുകയാണ്. അതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കണ്ണിൻ്റെ ലെങ്ത് കറക്റ്റായിരിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് കണ്ണിൻ്റെ ലെങ്ത് ഞാനിപ്പം ഇതിൽ മാർക്ക് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. കണ്ണിൻ്റെ ലെങ്ത് നമുക്ക് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റായിട്ട് തന്നെ നോക്കി വരയ്ക്കുക. ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും അല്ല. സോ അത് നോക്കി വരയ്ക്കുക. ദെൻ നമ്മളിപ്പോൾ എഡ്ജ് വരയ്ക്കുകയാണ് കേട്ടോ. എഡ്ജ് വരച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ 2 ലെങ്ത് സെയിം വരുന്നത് കണ്ടോ? അതായത് രണ്ടും സെയിം രീതിക്കാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കാം കേട്ടോ. ഇനി ഞാൻ ഏറ്റവും മേളിലത്തെ ലൈന് കൺപോളയായിട്ടാണ് വരയ്ക്കുന്നത്. അത് കുറച്ചൊന്ന് ഞാൻ ആ 2 സൈഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കൺപോള സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ കുറച്ചൊന്ന് ഞാൻ ഡാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ ആയിട്ടാണ് നമ്മുടെ കൺപീലിയൊക്കെ വരുന്ന ആ ഒരു പോർഷൻ ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഓവൽ ഷേപ്പിൻ്റെ താഴെ ഒരു ലൈൻ ഇട്ടിട്ടാണ് ഞാൻ ആ ഒരു കൺപീലി വരുന്ന ഏരിയ ആയിട്ട് വരയ്ക്കുന്നത്. സോ നമുക്ക് കൺപോള നമ്മൾ സെപ്പറേറ്റ് വരച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈക്വലി തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ താഴെയായിട്ട് ഒരു ചെറിയ ലൈന് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വാട്ടർ ലൈൻ എന്ന് പറയും. നമ്മൾ കൺമഷിയൊക്കെ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് അത് അറിയാൻ പറ്റും കേട്ടോ. അതായത് ആ ഒരു വൈറ്റ് കളർ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയാണ്. വൈറ്റും അല്ല ഒരു പിങ്കും അല്ല ഒരു ഷെയ്ഡിലാണ് കിടക്കുക. സോ അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് താഴെ കൺപീലി വരുന്ന പോർഷനാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ നേരത്തെ വരച്ചതിനും മേളിലായിട്ട്, അതായത് ആ പുരുകം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിനും മേളിലായിട്ട് വേണം നമുക്ക് പുരുകത്തിൻ്റെ ആ ഒരു ഹെയർ വരാനായിട്ട്. അതുപോലെ പുരുകവും സെയിം ലെങ്തിൽ വേണം വരാനായിട്ട്. നമ്മൾ ആ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ വരുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. സോ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കെച്ച് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷെയ്ഡും കാര്യങ്ങളും കൊടുക്കാം. ആൻഡ് ആദ്യം ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അകത്തായിട്ടൊരു ബ്ലാക്ക് കളർ പോർഷൻ വരുന്നുണ്ട്. സോ അവിടെ കുറച്ച് ഗ്ലേസിങ് കൂടെ ആവശ്യമുണ്ട്. സോ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമുക്ക് ആ സർക്കിളിനകത്ത് ചെറിയ കുഞ്ഞു സർക്കിൾസ് കൂടെ ഇടാം. നമുക്ക് കണ്ണിൽ റിഫ്ലക്ഷൻ അടിക്കുമ്പോഴത്തേക്കും വരുന്ന സർക്കിൾസാണ് കേട്ടോ അത്. അതിനകത്ത് നമ്മൾ ഷെയ്ഡിങ് ഒന്നും ചെയ്യില്ല. അത് വൈറ്റായിട്ട് തന്നെ വിടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. എങ്കിലും നമുക്ക് ഫേസ് ടു ഫേസ് നോക്കുന്ന ഒരു ഫീല് കിട്ടുള്ളൂ. ഇനി ഞാൻ ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. വെട്ടം കുറച്ചടിക്കുന്ന പൊസിഷനിലൊക്കെ നമ്മൾ ഡാർക്കായിട്ടായിരിക്കും കാണിക്കുക. കൂടുതൽ അടിക്കുന്ന ഭാഗത്ത് വൈറ്റായിട്ട് വിട്ടേക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആണെന്നൊരു ഐഡിയ കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മൾ ലൈറ്റായിട്ട് പെൻസിൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന പെൻസിൽ 4Bയുടെ പെൻസിലാണ്. അത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ വേറെ ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിലാകെ യൂസ് ചെയ്തേക്കുന്നത് 4Bയുടെ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഡാർക്കൺ ആകാൻ വേണ്ടിയിട്ട് 8Bയുടെ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ചാർക്കോൾ പെൻസിലാണ്. ചാർക്കോൾ പെൻസിൽ 10R എന്നാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ മാഞ്ഞു ആയതുകൊണ്ട് തന്നെ അറിയില്ല. കുറച്ച് നല്ലതായിട്ടുള്ളൊരു ചാർക്കോൾ പെൻസിൽ കൂടെ യൂസ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് ഞാൻ ആദ്യം ഉള്ളതെല്ലാം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ പെൻസിലിൽ ഷെയ്ഡ് ചെയ്യുമ്പം കുറച്ച് നല്ല ഭംഗിക്കിരിക്കും, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിൻ്റെ താഴെ ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഡാർക്ക് ചെയ്യാം. കുറച്ച് പോർഷൻ വിട്ടിട്ട് വേണം. താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ചുളിവ് വരുന്നുണ്ട്.
സോ ആ ഒരു ഭാഗവും കൂടെ വിട്ടിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഡാർക്കൻഡ് ഏരിയാസ് ഫുള്ള് നമുക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് അകത്ത് ഫുള്ള് നിങ്ങൾക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്ക് കണ്ണിനകത്ത് ഒരു കുഞ്ഞ് സർക്കിൾ ഉള്ളതാണ് ഞാൻ ഫുള്ള് ഡാർക്കൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടും. അതായത് കൂടുതൽ ഡാർക്കുമല്ല, ഡാർക്ക് ആവേണ്ട സ്ഥലത്ത് കുറച്ച് ഡാർക്കുമായിട്ട് തന്നെ കിട്ടും. രണ്ട് കണ്ണിനും ഈക്വലി നമ്മൾ സെയിം രീതിക്ക് തന്നെ ചെയ്യുക. ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതുമായിട്ട് വരയ്ക്കരുത്. സെയിം മെഷർമെൻറ്റ് നോക്കി തന്നെ ചെയ്യുക. നമ്മുടെ ഐലാഷസ് വരുന്ന മേൽ ഭാഗത്ത് ഫുള്ള് ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ താഴെ അധികം ഡാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ആ സൈഡ് മാത്രം ഒന്ന് ഡാർക്ക് ചെയ്താൽ മതി. താഴെ ഡാർക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ രണ്ട് ഐലാഷസും വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഭയങ്കര ഡാർക്കൊക്കെ പോകരുത്. സപ്പോസ് നമ്മളിപ്പോൾ കരി എഴുതിയത് പോലത്തെ കണ്ണാണ് നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡാർക്ക് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല, എന്നാലും കുറച്ച് ഡിഫറൻസ് വരും. ഇതിൽ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ദെൻ നമ്മൾ കണ്ണിൻ്റെ മേളിൽ ആ ഒരു കൺപോളയുടെ സൈഡിൽ മാത്രം ഒന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട്. അതായത് അകത്തോട്ടിരിക്കുന്നത് കൊണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടാനാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാലോ ഒരു സ്പെയറൽ ഷേപ്പിലാണ് നമ്മൾ കണ്ണിരിക്കുന്നത്. സോ ഒരു ബോൾ വെച്ചതുപോലെ, അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് കൺപോളയുടെ രണ്ട് സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കണ്ണിൻ്റെ അറ്റത്തും നമ്മൾ ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുഞ്ഞ് ഡോട്ട്സ് നമ്മൾ വൈറ്റായിട്ട് ഇട്ടേക്കേണ്ട ഭാഗം കൂടെ കയറി ചാർക്കോൾ വെച്ച് വരയ്ക്കാൻ പോകരുത്. അവിടെ അതുപോലെ തന്നെ വിട്ടേക്കാം, എങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഐലാഷസ് വരയ്ക്കാം. ഐലാഷസ് വരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊന്ന് ഷാർപ്പൺ ചെയ്ത പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഷാർപ്പൺ ചെയ്യണം എന്നില്ല, കാര്യം എൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ ഭയങ്കര സാധാ A4 സൈസാണ്. സോ അതിൽ നമ്മൾ ഷാർപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു കർവി ലൈൻസ് ആയിട്ട് വേണം ആ ഒരു ഐലാഷസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു നമ്മൾ ടിക്ക് ഇടുന്ന രീതിക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഇറുക്കി വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്കിടുന്ന രീതിക്ക്, അതും നമ്മുടെ ആ ഒരു ഐലാഷസ് ഒരുമിച്ച് ഇരിക്കുന്ന, അതായത് 2-3 ഐലാഷസ് ഒരുമിച്ചിരിക്കുന്ന രീതിക്ക് വരയ്ക്കുക. അപ്പോൾ കുറച്ചൊരു നല്ല ഭംഗി കിട്ടും. അതുപോലെ തന്നെ ഫുൾ എല്ലാ സൈഡും, അതായത് ആ കണ്ണിൻ്റെ ചുറ്റും ഒരേ ലെങ്തിന് വരയ്ക്കരുത്. നമ്മൾ ആ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ചെറിയ ഐലാഷസ് മതിയായിരിക്കും. അതിൻ്റെ നടുക്ക് നമ്മൾ ചെറുതായിട്ട് വരച്ചാൽ മതി. കാര്യം നമ്മൾ നേരെ നോക്കുമ്പോൾ കണ്ണിൻ്റെ അവിടുത്തെ ഐലാഷസ് കുറച്ചായിട്ടായിരിക്കും കാണുക. അതായത് സൈഡിൽ നോക്കുമ്പോൾ വലുതായിട്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ മിഡ് പോർഷൻ അവിടെ കുറച്ച് മാത്രമേ കാണുള്ളൂ. ദെൻ നമ്മൾ ആ ഒരു അറ്റം തീരുന്നതിൻ്റെ എൻഡിങ് പോർഷനിലായിട്ട് കുറച്ച് നന്നായിട്ട് ഐലാഷസ് വരവും വേണം. ഇനി നമുക്ക് താഴത്തെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തെ ഐലാഷസ് വരയ്ക്കണം കേട്ടോ. വാട്ടർ ലൈൻ ഏതാ, താഴത്തെ നമ്മൾ ഐലാഷസ് വരയ്ക്കുന്ന ലൈൻ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. ഞാൻ അതുപോലെ നമ്മൾ ആ കൃഷ്ണമണിയുടെ താഴെ നമ്മൾ ഓവറായിട്ട് ഷെയ്ഡ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. ഐലാഷസ് നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് തന്നെ മാറ്റാം. അതായത് നമ്മൾ സി തിരിച്ചിട്ട പോലെയും സി ആയിട്ടും. അതായത് ഇപ്പോൾ ഞാൻ ഈ പടത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മൾ ആ കണ്ണിൻ്റെ എൻ പോർഷനിലോട്ട് പോകുമ്പോൾ നമ്മളൊരു സി തിരിച്ചിട്ട പോലെയും, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലോട്ട് പോകുമ്പം സി അതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. അത് കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഹെയർ കൂടെ ആ ഒരു ലാഷസ് കൂടെ ജോയിൻ ചെയ്യുന്ന രീതിക്ക് വരയ്ക്കണം. നടുക്ക് വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ, ചെറിയൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ആയിരിക്കും വരെ. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കഴിയാൽ മനസ്സിലാകും. ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന ടൈമിൽ ഞാൻ തന്നെ അത് മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുന്നത്. വേറെ വീഡിയോസിൽ ഇത് ഇങ്ങനെ പറഞ്ഞു തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി നമുക്ക് ഐബ്രോയിലോട്ട് പോകാൻ ടൈമിൽ നമുക്ക് ഐബ്രോ ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ആ ഒരു ചാർക്കോൾ പെൻസിൽ കൊണ്ട് ഞാൻ അവിടെ 2 സൈഡിലും ഐബ്രോ എന്ത് ടെക്സ്ചറിലാണ് വരേണ്ടതെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്കി നമ്മുടെ ആ ഓരോ ഹെയർ ആയിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചാൽ മാത്രം മതിയായിരിക്കും. ഐബ്രോയുടെ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐബ്രോ നമ്മൾ ആദ്യം ഒന്ന് ഡാർക്കൺ ചെയ്ത് വരയ്ക്കില്ലേ, നമ്മുടെ ഒരു ബേസ് എങ്ങനെയാണോ അതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഹെയർ വരയ്ക്കുക. അതായത് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് വേണം നമ്മൾ ആ പെൻസിൽ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഭയങ്കര കട്ടിക്കിരിക്കാണ്ട് ലൈറ്റായിട്ട് നാച്ചുറൽ ലുക്കിൽ തന്നെ ഇരിക്കും.
ആൻഡ് അതിൻ്റെ നമ്മൾ ഐബ്രോയുടെ സ്റ്റാർട്ടിങ് എപ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഹെയർ ഇരിക്കുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ അവിടെ കുറച്ച് സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ കണ്ണിൻ്റെ താഴെയുള്ള ലൈന് കുറച്ചൊന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഇതിപ്പോൾ സ്പീഡിൽ ഞാൻ വരയ്ക്കുകയാണ്. അതായത് നമ്മൾ ആ ഡാർക്കൺ ചെയ്ത പോർഷനിൽ നിന്ന് പുറത്തോട്ട് ഞാൻ 8B പെൻസിലുണ്ട് കേട്ടോ ഇതിപ്പം ചെയ്യുന്നത്. ആദ്യം ഞാൻ ചാർക്കോളിൽ ജസ്റ്റ് ആ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ നമ്മളിപ്പോൾ പെൺകുട്ടിയുടെ കണ്ണായതുകൊണ്ട് തന്നെ വലിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ കണ്ണിൻ്റെ ഐബ്രോസിനാണ് ഡിഫറൻസ്. നമ്മളെപ്പോഴും പാർലറിലൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ ഐബ്രോസ് എടുക്കുന്നവരാണ്. സോ അതുകൊണ്ട് ആ ഒരു ഷേപ്പിൻ്റെ ചേഞ്ചസ് ഇതിൽ വരും. അല്ലാതെ കണ്ണുകൾ തമ്മിൽ മെയിലിനായാലും ഫീമെയിലിനായാലും വലിയ ഡിഫറൻസ് ഇല്ല. നമ്മൾ കണ്ണെഴുതുന്നത് കൊണ്ട് നമുക്ക് ഐലാഷസ് കുറവായിരിക്കും. ബാക്കി മെന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഐലാഷസ് കൂടുതലായിരിക്കും. ചിലപ്പോൾ അവർക്കും ഇല്ലാത്ത കേസുകളുണ്ട് കേട്ടോ. സോ അതൊക്കെ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുള്ള കാര്യങ്ങളാണ്. നമുക്കിതിലിപ്പോൾ ഇങ്ങനെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ നോസ് ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നോസ് നമുക്ക് പാർക്കിൽ ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ, നല്ല രസമായിരിക്കും. അതായത് അച്ഛനമ്മ കുഞ്ഞെന്നുള്ള രീതിക്ക്. സോ ഇവിടെ ആദ്യം നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ആ ഒരു ലേഡി പോർഷൻ അല്ലെങ്കിൽ അമ്മ എന്നുള്ളൊരു ആളുടെ കണ്ണ് നമ്മളിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ വരയ്ക്കാനുള്ള പോർഷൻസ് ഞാൻ വിട്ടിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ചാർക്കോളും ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ അത് വിട്ടേക്കാം. അപ്പം നമുക്കിനി നമ്മുടെ അച്ഛൻ്റെ കണ്ണ് വരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ ആണുങ്ങളുടെ കണ്ണിലോട്ട് പോകാം. അതും സാധാ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതുപോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോസ് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. കാര്യം ഇവർ ഐബ്രോസ് പ്ലക്ക് ചെയ്യുന്നവരല്ല, അവർ ഐബ്രോസും കറക്റ്റ് ചെയ്ത് വിടുന്നവരുമല്ല. സോ അവർക്ക് നാച്ചുറലായിട്ടുള്ളത് അതുപോലെ നിൽക്കുന്നതാണ് ഭംഗി, നല്ല തിക്നെസ്സോടെ നിൽക്കുന്നത് തന്നെയാണ് ഭംഗി. സോ അത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ഐബ്രോസിൻ്റെ ഏരിയ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ വേറൊരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഐസ് കുറച്ചൊന്ന് സ്റ്റെയറി ആയിട്ടുള്ളൊരു ഐസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഐയുടെ മേളിൽ കൺപോള ചെറുതായിട്ടാണ് വരയ്ക്കാനുള്ളത്. അതായത് കുറച്ചൊന്ന് കുഴിഞ്ഞതും അധികം കൺപോള ഇല്ലാത്തതുമായിട്ടുള്ളൊരു കണ്ണാട്ടോ. നമ്മൾ ചില ആൾക്കാർക്ക് നല്ല കൺപോളയായിട്ട് നല്ല ഡിഫൈൻ ചെയ്തിരിക്കും, ചില ആൾക്കാർക്ക് അതില്ല. അപ്പം ഞാൻ ഇല്ലാത്ത രീതിക്കാണ് വരയ്ക്കുക. അപ്പം 3 കണ്ണുകളും 3 ഡിഫറെൻ്റ് ഐസാണ്. സോ അതിലൊന്നാണ് ഇത് കേട്ടോ. വരെയുള്ള സ്റ്റെപ്സ് കറക്റ്റാണ് അല്ലേ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൺപോളയുടെ ആ ഒരു വിട്ട് നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഞാൻ അവിടെ എറൈസർ കൊണ്ടൊന്ന് മായ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ എൻഡും അതേപോലെ തന്നെ ആ ബിഗിനിങ് ഏരിയയിലായാലും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇത് നമ്മുടെ ആ ഒരു പുരികത്തിൻ്റെ പോർഷൻ കുറച്ചൊന്ന് തൂങ്ങി ഇറങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ അത്രയും ഡിഫറൻസ് വരാത്ത രീതിയിലുള്ളൊരു കണ്ണായിട്ടാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് പയ്യെ നമ്മുടെ കണ്ണിൻ്റെ മേളിലായിട്ട്, അതായത് വലിയ ഡിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിൽ പുരികം വരച്ചു കൊടുക്കാം. കണ്ണിൻ്റെ ഡിസ്റ്റൻസ് മനസ്സിലായി കാണാം. കഴിഞ്ഞതിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം വരച്ചതിനെക്കാട്ടി മുകളിലും ഇപ്പം നമ്മൾ അതിനെക്കാട്ടി താഴ്ത്തിയാണ് നമ്മൾ ഐബ്രോസ് വരച്ചിരിക്കുന്നത് കേട്ടോ. സെയിം അളവിന് തന്നെ നല്ല വീതി കൂട്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ 2 കണ്ണും സെയിം പൊസിഷനിലായിരിക്കാം. ആ ഒരു ലൈൻ ആദ്യമേ ഇട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് കുഴിഞ്ഞ കണ്ണായതുകൊണ്ട് ഞാൻ സൈഡിലായിട്ട് കുറച്ച് ഡാർക്കൻ കൂട്ടുന്നുണ്ട്, അതായത് ആ കണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ. അതുപോലെ കണ്ണ് ചെറുതും ഐബ്രോസ് കുറച്ച് വലുതും ആയിട്ടാണ് ഈ ഒരു പിക്ചറിലുള്ളത്. അതായത് ഒരു ആരോ ഒന്ന് തുറച്ച് നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ണില്ലേ, ആ ഒരു രീതിക്കാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഐസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് പേഴ്സണലി ചൂസ് ചെയ്തത് തന്നെ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നോസിൻ്റെ പോർഷനൊക്കെ ഒന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണെല്ലാം പഴയതുപോലെ തന്നെ വരയ്ക്കാം കേട്ടോ. കണ്ണിൻ്റെ കൃഷ്ണമണി, അതേപോലെ ആ വാട്ടർ ലൈൻ, കണ്ണിൻ്റെ 2 സൈഡിലും കുറച്ച് ഡാർക്കൻഡ് ആകണം എന്ന് പറഞ്ഞതും, ഐലാഷസ് ആയാലും ഇതെല്ലാം നമ്മൾ സെയിം മെത്തേഡാണ്. ആകെ ഉണ്ടായിരുന്നത് ആ കൺപോളയുടെ ഒരു ഡിഫറൻസ് മാത്രമാണ്. പിന്നെ ഇതിൽ ലൈറ്റ് ഞാൻ കൊടുക്കുന്നത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പാട്ടോ. പുരികം വരയ്ക്കുന്നതായാലും കുറച്ച് കട്ടി കൂട്ടിയിട്ടാണെങ്കിലും ബാക്കിയെല്ലാം തന്നെ
സെയിം സ്റ്റെപ്സാണ്. ഈ ഒരു ഐബ്രോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ തിക്ക് ഐബ്രോസ് എന്നുള്ളത്. എനിക്കും തിക്ക് ഐബ്രോസ് ആണ്, അതുകൊണ്ടാണോ എന്നറിയില്ല, ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഗിഫ്റ്റിംഗ് പർപ്പസിനായിട്ട് ഇങ്ങനെ പടം വരച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. സപ്പോസ് ഇപ്പം ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്, എന്ത് ഗിഫ്റ്റ് കൊടുക്കും? എപ്പോഴും ബേബി സെറ്റ് മാത്രം കൊടുത്താൽ പോരല്ലോ. കുറച്ച് വെറൈറ്റിക്ക് ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും കുഞ്ഞിൻ്റെ ഐസും അമ്മയുടെ ഐസും അച്ഛൻ്റെ ഐസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അത് നിങ്ങൾ തന്നെ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫേർട്ടിന് അവിടെ വാല്യൂ കൊടുക്കാനേ പറ്റില്ല, അത് അത്രയും വലുതായിരിക്കും. ഫൈനലി നമ്മുടെ അച്ഛൻ്റെ കണ്ണിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹെയറിൻ്റെ പോർഷൻ ഞാൻ ജസ്റ്റ് വരച്ചിട്ട് അതും ഞാൻ ഇനി ലാസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബേബി ഐസ് വരയ്ക്കാം. അത് ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ ഓവർ ഷെയ്ഡിങ്ങിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ജസ്റ്റ് 2 സർക്കിൾ കൊടുക്കുക. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാണിച്ചത്. 2 സർക്കിൾ കൊടുക്കുക, സെയിം ലെങ്ത് ആയിരിക്കണം. അത് മാത്രമാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. പിന്നെ ഇതിൽ കുഞ്ഞ് നോസ് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഐബ്രോസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എവിടെയാണോ അവിടെ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് മാത്രം മതി. അല്ലാതെ തിക്ക് ഐബ്രോസ് ഒരിക്കലും ഒരു ബേബിക്ക് ആദ്യമേ വരാൻ ചാൻസ് ഇല്ല. നൈസായിട്ടുള്ള ഐബ്രോസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വരയ്ക്കാനും എളുപ്പമാണ് കേട്ടോ. ഇതിപ്പം മൂക്കിൻ്റെ പോർഷനാണ് ആ സർക്കിൾ ചെയ്ത് വരയ്ക്കുന്നത്. മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സർക്കിളിൽ നിന്ന് മൂക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇതിപ്പോൾ ബേബിയുടെ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് അത് വരും ചെയ്യും കേട്ടോ. ആ ഹോൾസ് ഓപ്പണിങ് മാത്രം ഞാൻ ഒന്ന് ഡാർക്കൺ ചെയ്യാൻ പോവുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ ആൾക്കാരുടേതും കുഞ്ഞിൻ്റെ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കണ്ണുകളായിരിക്കും. നമ്മൾ ആ കണ്ണിൻ്റെ കൃഷ്ണമണിയും കുറച്ച് വലുതായിട്ടായിരിക്കും വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓവർ ഷെയ്ഡിങ് വരയ്ക്കേണ്ട കാര്യമില്ല. മൂക്കിൻ്റെ ജോയിനിങ് ആദ്യമേ നമ്മൾ ആ കണ്ണിൻ്റെ സൈഡിൽ കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മൂക്കല്ലേ, സോ നമുക്ക് ആദ്യമേ അതിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമില്ല. അത് വളരുമ്പോഴത്തേക്കാണ് ആ ഒരു ചേഞ്ചസ് ഒക്കെ വരിക. നമുക്ക് എല്ലാവരും അങ്ങനെ ആയിരുന്നു കേട്ടോ. സോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് രണ്ടും സെയിം സൈസിലും സെയിം പൊസിഷനിലുമാണ്. അത് ബേബീസിനായാലും സെയിം ആണ്. ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടേ. നമ്മൾ ആ സർക്കിളിൻ്റെ താഴെയായിട്ട്, അതായത് ആ സർക്കിളിന് കുറച്ച് ലെങ്ത് മാറ്റിയിട്ട് നമ്മൾ കണ്ണിൻ്റെ ആ കൺപീലി വരുന്ന പോർഷനും ദെൻ നമ്മൾ ആ വാട്ടർ മാർക്കും താഴത്തെ ആ ലെയറും കൂടെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. പിന്നെ അതുപോലെ ബേബീസിൻ്റെ ഐബോൾസ് കുറച്ചുകൂടെ വലുതായിട്ടാണ് വരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതലും വരയ്ക്കുക. അതങ്ങനെയാണ്. അതായത് കുഞ്ഞിക്കണ്ണല്ലേ, കുഞ്ഞി കണ്ണിൽ ആ ഒരു വലിയ ഐബോളൊക്കെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ട് നമുക്കൊരു വലിയ നമ്മുടെ കൃഷ്ണമണി അവിടെ വരയ്ക്കാം. ദെൻ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ ഞാൻ എടുത്തതിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഞ്ഞ് ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ലെങ്തിന് വേണം നമ്മൾ ഐബ്രോസ് വരയ്ക്കാനായിട്ട്. അതുപോലെ ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ 4B പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഡാർക്കൺ ചെയ്യാൻ പോകരുത്. നമുക്ക് ഐബോൾസ് ആണ് ഇതിൽ ഡാർക്കൺ ചെയ്ത് വരുന്നത് കൂടുതലും.
കഴിഞ്ഞ 2 ഐസും പോലെ തന്നെയാണ് ഇതിലും വരിക. നമുക്ക് ആ ഒരു ഐബോൾസ് രണ്ടിലും നമ്മൾ ആ ഒരു റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ ഉള്ള പോർഷൻ വിട്ടിട്ട് ബാക്കിയെല്ലാം ഡാർക്കൺ ചെയ്യണം. ചാർക്കോൾ കൊണ്ട് നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മുടെ കൃഷ്ണമണിക്ക് അകത്തുള്ളൊരു പ്യൂപ്പിൾ, ഒരു കുഞ്ഞ് സർക്കിൾ ഉണ്ടല്ലോ, അതുകൂടെ നല്ല ഡാർക്കൺ ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ സാധാ പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കണ്ണിൻ്റെ അകത്തൊരു ചെറിയ ഷെയ്ഡിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ബേബിയുടെ ഐസ് ആവും കേട്ടോ. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ എന്താണ് വരയ്ക്കേണ്ടതെന്ന് കൂടെ അതിൽ കമൻറ്റ് ചെയ്യുക. ഫുൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക. അതുപോലെ ഞാനിപ്പോൾ വരച്ച വീഡിയോ വീട്ടിലും കൂടെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം കേട്ടോ. എൻ്റെ നെയിം ഐശ്വര്യ എന്നാണ്. എൻ്റെ ഇൻസ്റ്റ ID ഐഗോറ ക്രിയേഷൻസ് എന്നും കൂടെയാണ്. നമ്മൾ ഈ ബേബിയുടെ ഐബോൾസിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി കിട്ടാനാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ആ ഒരു വൈറ്റ് കളർ പാർട്ട് നമ്മളത് വിടുന്നുണ്ട്. ദെൻ നമ്മുടെ കണ്ണിൻ്റെ മേലുള്ള ആ ഒരു കൺപോള പോർഷനിൽ ജസ്റ്റ് ഒന്ന് നടുക്കായിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ലൈൻ ചെയ്ത് വിടുന്നുണ്ട്. ഫുള്ളായിട്ട് ലൈൻ ചെയ്യാൻ പോകരുത്. നമ്മൾ കഴിഞ്ഞ 2 പേരെ വരച്ചപ്പോഴത്തേക്കും കണ്ണ് കുറച്ച് കൂടുതൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതുപോലെ ക്യൂട്ടല്ലേ, നിങ്ങൾക്കിപ്പം ക്യൂട്ട് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ടൈപ്പ് വീഡിയോസ് ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ വീട്ടിലെല്ലാവരുടെ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ചാനലിൽ കുറച്ച് ആൾക്കാരെങ്കിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നുമില്ല. വീട്ടിൽ വരയ്ക്കുന്ന കാര്യങ്ങൾ കുറച്ച് സ്ട്രിക്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ പാഷൻ ഇതാണെങ്കിലും ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരാളോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളോ അല്ല. സോ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാത്രമാണ് എൻ്റെ സപ്പോർട്ട് മെമ്പേഴ്സ് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുവരെയുള്ള വീഡിയോസ് കണ്ടവരാണോ നിങ്ങൾ? എങ്കിൽ ബാക്കി വീഡിയോസ് കൂടെ പോയി കണ്ടിട്ട് ഒപ്പീനിയൻ പറയണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചാർക്കോൾ സ്റ്റിക്ക് കൊണ്ട് നമ്മുടെ ഹെയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്കിലോട്ട് പോവാം കേട്ടോ. സോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനിയുള്ള നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ.
വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.